കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോരത്ത് വീണ്ടും മിന്നൽ ചുഴലി. വീടുകൾ തകർന്നു, മരങ്ങൾ കടപുഴകിയും വ്യാപകമായ നാശനഷ്ടമുണ്ടായി. ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത്. കനത്ത മഴയിലും കാറ്റിലും കോഴിക്കോട് പനങ്ങാട് പഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടം. നീറോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ മുകളിലേക്ക് മരം വീണു. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. ഗോകുൽ, കനത്ത നാശനഷ്ടമാണ്, മഴക്കെടുതികളാണ് ഉണ്ടായിട്ടുള്ളത്. പറയൂ, എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്? കൂടുതൽ പ്രശ്നങ്ങളുണ്ടോ? ഇപ്പോൾ മഴ കൂടുതലാണോ അവിടെ? മഴ അല്പം മാറി നിൽക്കുകയാണ്. ആകാശം തെളിഞ്ഞിരിക്കുന്നു, സൂര്യനൊക്കെ ഉദിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എങ്കിലും കഴിഞ്ഞ ദിവസം രാത്രിയും പുലർച്ചെയും ഒക്കെയായി പെയ്തിട്ടുള്ള മഴയിലും പിന്നീട് ശക്തമായി അടിച്ച കാറ്റിലും വലിയ നാശനഷ്ടങ്ങൾ കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നഗരത്തിൽ അത്തരത്തിലുള്ള നാശനഷ്ടങ്ങളൊന്നുമില്ല. വാണിമേൽ, ചെക്യാട് പഞ്ചായത്തുകളിലൊക്കെ വലിയ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വിലങ്ങാട് മേഖലയിൽ മിന്നൽ ചുഴലി വീശിയടിക്കുകയുണ്ടായി. 4 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇന്ദിരാനഗർ, വാളൂക്ക്, ഉരുട്ടിപ്പാലം എന്നിവിടങ്ങളിലാണ് കാറ്റ് നാശം വിധിച്ചത്. പുതിയ മഠം റോയി, മഠത്തിൽപ്പറമ്പ് ജോയി, ജലജ ചന്ദ്രൻ, ഹുസൈൻ എന്നിവരുടെ വീടുകൾക്ക് മുകളിൽ മരം തകർന്നു വീണു, അല്ലെങ്കിൽ ആ കാറ്റിൽ മരം നിലംപതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആളുകൾ വീട്ടിലുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. താമരശ്ശേരി, കൂടരഞ്ഞി, വിലങ്ങാട് തുടങ്ങിയ മലയോര മേഖലകളിലൊക്കെ കനത്ത കാറ്റും മഴയും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പനങ്ങാട് പഞ്ചായത്തിലും വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കിനാലൂർ മന്നത്താം വയൽ വീട്ടിൽ രാധാകൃഷ്ണന്റെ വീട്ടിന് മുകളിലേക്ക് മരം തകർന്നു വീണു. അതോടൊപ്പം തന്നെ നീറോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന് മുകളിലേക്ക് മരം തകർന്നു വീണിട്ടുണ്ട്. ഇത്തരത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിലുണ്ട്. ഇപ്പോഴെന്തായാലും മഴയ്ക്ക് ചെറിയ ശമനം ഉണ്ടായിട്ടുണ്ട്. സ്മിത. ശരി, ഗോകുൽ കെ ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.